നമ്മുടെ ഒരു മേജർ ക്ലയൻറ്റ് പേര് പറയുന്നില്ല, അവർക്ക് നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റി ഈ ഒരു കഴിഞ്ഞ വർഷത്തിൽ 2024. എന്തായിരുന്നു നമ്മുടെ മെയിൻ വർക്കായിട്ടുള്ളൊരു നമ്മുടെ മെയിനായിട്ട് ഉപയോഗിച്ച സ്ട്രാറ്റജി എന്താ വെച്ചാൽ നമുക്കൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്, എന്നിട്ട് അതിലൂടെ ക്വാളിറ്റി ലീഡ്സ് കൊണ്ടുപോയിട്ട് ക്ലോസ് ചെയ്യാന്നുള്ളതായിരുന്നു നമ്മൾ മേജർ പറ്റിയൊരു തന്ത്രം. അതായത് നമ്മൾ അത് ബേസ് ചെയ്തുള്ള കണ്ടന്റ് ഉണ്ടാക്കി, വീഡിയോസ് ഉണ്ടാക്കി, ആ ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്ന പ്രൊജക്റ്റിൻ്റെ അവിടെ പോയി നമ്മൾ സെറ്റ് ഓഫ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്തു. നമ്മൾ ടെസ്റ്റ് ചെയ്തു ഇപ്പോൾ എവിടെ നിന്നാണ് ക്വാളിറ്റി ലീഡ്സ്, എവിടെ നിന്നാണ് ക്ലോസിങ്ങിലേക്ക് എത്തുന്ന ലീഡ്സ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ റൺ ചെയ്തു, അപ്പോൾ നമ്മൾ വെച്ചാല് മലയാളീസിനെ ടാർഗറ്റ് ചെയ്തു. കേരളത്തിൽ റൺ ചെയ്തു, ബാംഗ്ലൂർ, മേജർ സിറ്റീസിൽ റൺ ചെയ്തു. എന്നിട്ട് നമ്മൾ പുറത്തുള്ള കൺട്രീസ്, മേജർ GCC കൺട്രീസിലാണ് നമ്മൾ പിന്നെ കൊടുത്തത്. ഉദാഹരണം പറയുന്നത് ഖത്തർ, UAE, ബാക്കിയുള്ള സൗദി എല്ലായിടത്തും നമ്മൾ റൺ ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയ എന്താ വെച്ചാൽ ഖത്തറിനായിരുന്നു നമുക്കൊരു ക്വാളിറ്റി ലീഡ്സ്. നമ്മൾ ലീഡ്സ് നമ്മൾ സെയിൽസ് ടീമായിട്ട് അനലൈസ് ചെയ്തിട്ട് റെസ്പോൺസ് വരുന്ന ക്ലൈൻറ്റ്, അതായത് മീറ്റിംഗ്സ് നടക്കുന്നതൊക്കെ ഖത്തറിനായിരുന്നു. ലീഡ്സിന്റെ ക്വാളിറ്റി നമുക്ക് കിട്ടിയത് ഖത്തറിനായിരുന്നു. ക്ലോസിങ് പറഞ്ഞതും ഖത്തറിനായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു പിക്ചർ കിട്ടിയതിന് ശേഷം പിന്നെ നമ്മൾ ഹെവിലി സ്പെൻഡ് ചെയ്തത് ഖത്തറിലായിരുന്നു. ഖത്തറിന് പിന്നെ അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിന്റെ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുടെ കൂടുതൽ ടെസ്റ്റിമോണിയൽ വീഡിയോസ് കുറച്ചുകൂടി ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ ഭയങ്കരമായിട്ട് നമുക്ക് എന്തായാലും ഹെൽപ്പ് ചെയ്തു. ചെയ്യാൻ കഴിഞ്ഞിട്ട്. അതെ.